ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് സ്നാക്ക് തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ ചോറ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. ചോറ് നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടണം. പിന്നെ ഞാൻ അതേ അളവിൽ തന്നെ ചോറെടുത്ത അതേ അളവിൽ തന്നെ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടണം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ നല്ല ഫൈനായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചോറ് നന്നായിട്ട് അരയണം, ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പിഞ്ചളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 മുറി സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നല്ല എരിവുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ മിക്സ് ഇതിലേക്ക് ഓരോ സ്പൂൺ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബാറ്റർ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാറ്റർ നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് പൊങ്ങി വരുന്നില്ലെങ്കിൽ ഒരു ബാച്ച് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ബാച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഒരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എത്ര ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ സ്നാക്ക് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതുപോലെ ഓയിലിൽ നിന്ന് കോരിയെടുക്കുക. ഇനി ഇതുപോലെ അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ സ്നാക്ക് പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഈ സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിൽ 1 കപ്പ് ചോറൊക്കെ എന്തായാലും ബാക്കി വരും. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതും അരച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറഭാഗം നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കിടിലം സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.